സഭാംഗങ്ങളെ കുറച്ചു സമയത്തേക്ക് ഈ വേദിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമ്മുടെ ചർച്ചിന്റെ ആനിവേഴ്സറി ആണെന്ന് കേട്ട് ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. വന്നിരിക്കുന്ന എല്ലാവരും സംഗീതത്തിൽ അതിനിപുണരാണ്. അവരെല്ലാവരും അതത് പള്ളിയിലെ കൊയർ അംഗങ്ങളുമാണ്. ഈ വർഷത്തെ AGBC ജനറൽ കൺവെൻഷന് ഇവരാണ് പാട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും സംസാരിക്കുന്നത് പാട്ടിലൂടെയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഇവരെ ഓരോരുത്തരായി വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് അരുവിപ്പുറത്ത് നിന്ന് വന്ന അന്നമ്മ പത്രോസ്. വാക്കുകളുടെയും അറിവിന്റെയും പ്രശസ്തിയിലേക്ക് കുതിച്ചു കയറി ബൈബിൾ കോളേജിൽ പഠിച്ച് PhD എടുത്ത് ഡോക്ടറാണെന്ന് വിചാരമായി നടക്കുന്ന പ്രിയ അമ്മച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മലപ്പുറത്ത് നിന്ന് വന്ന മറിയാമ്മ മത്തായി. മറിയാമ്മ നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അത്ര ചില്ലറക്കാരിയൊന്നുമല്ല കേട്ടോ. സംഗീതത്തിൽ MA ബിരുദമെടുത്ത AG മലപ്പുറം സഭയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പ്രിയ അമ്മച്ചിക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി കടന്നു വരുന്നത് പുന്നക്കാട് നിന്ന് വന്ന TT ജോർജ് കുട്ടി. വെറും ജോർജ് കുട്ടിയല്ല, പത്മശ്രീ ജോർജ് കുട്ടി. അതിസമ്പന്നനാണെന്നൊഴിച്ചാൽ വേറെ ഒരു കാരണവും ഈ പത്മശ്രീ ലഭിച്ചതിന്റെ പിന്നിലുണ്ടെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഇതുവരെയും തോന്നിയിട്ടില്ല. ഇനി ഇതാ കടന്നു വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്ന തോമസ് കൂടിക്കാട്. രാഷ്ട്രീയ കളരിയിൽ പയറ്റി തെളിഞ്ഞ തോമസ് കുട്ടിയുടെ പ്രത്യേകത എല്ലാ 5 വർഷം കൂടുന്തോറും പാർട്ടി മാറുക എന്നുള്ളതാണ്. ഭരണകക്ഷിയിൽ അംഗമായിരിക്കുന്നതിന്റെ ഗമയൊന്ന് വേറെ തന്നെയാണ്. AG ഡിസ്ട്രിക്റ്റിനും സഭാംഗങ്ങൾക്കും ഏറെ പ്രിയങ്കരനാണ് ഇദ്ദേഹം. അടുത്തതായി കടന്നു വരുന്നത് തലശ്ശേരിയിൽ നിന്ന് വന്ന ത്രേസ്യക്കുട്ടി. വാചകമടിയിലും പാചകത്തിലും അതിനിപുണം. രണ്ടിന്റെയും രുചി അറിഞ്ഞു കഴിഞ്ഞാൽ ത്രേസ്യക്കുട്ടിയെ ആരും ഒരിക്കലും മറക്കത്തില്ല. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, പാചകം ഒരു കല എന്ന് സ്വന്തമായി ഒരു YouTube ചാനൽ തന്നെ ഇവർക്കുണ്ട്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം കോട്ടയത്തിൽ നിന്ന് വന്ന കത്രീനാമ്മ. കോട്ടയം സ്റ്റേഷന്റെ സഹോദരി സമാജം ഖജാൻജിയാണ് ഇവർ. ബ്യൂട്ടി പാർലറും ഷോപ്പിങ്ങും പുള്ളിക്കാരിയുടെ ഒരു വീക്ക്നെസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആവശ്യമെങ്കിൽ അമ്മച്ചിയെ സമീപിക്കാവുന്നതാണ്. നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം. കുവൈറ്റിലേക്കുള്ള യാത്രയെ പറ്റി ഒന്ന് വിവരിക്കാമോ? ഉള്ള കാര്യം പറയാമല്ലോ. പ്രായം ഇത്രയൊക്കെ ആണെങ്കിലും നിങ്ങളെ എല്ലാവരെയും ഈ വസ്ത്രത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നാട്ടിൽ നിന്ന് എത്തിയതല്ലേ ഉള്ളൂ. കുവൈറ്റിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുവൈറ്റ് ആണോ കേരളമാണോ ഇഷ്ടപ്പെട്ടത്? അയ്യോ, അങ്ങനെ പറയില്ല നിങ്ങള്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ആ ചെടിയിലേക്കും ചേറ്റിലേക്കും മടങ്ങാൻ കൊതിക്കുന്നവരാണ് ഓരോ പ്രവാസികളും. അതിരിക്കട്ടെ അമ്മച്ചമാരെ, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്? അപ്പച്ചന്മാരെ കൊണ്ടുവന്നില്ലേ?
ഓഹോ, അങ്ങനെയാണോ? മക്കളെ പറ്റി ഒന്ന് പറയാമോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളെ നന്നായി നോക്കുന്നുണ്ടായിരിക്കുമല്ലോ. മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. അയ്യോ, അത് കഷ്ടമായി പോയി. അങ്ങനെയെങ്കിൽ മരുമക്കളെ പറ്റി എന്താണ് അഭിപ്രായം? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്താ, നിങ്ങൾക്ക് മരുമക്കളെ പേടിയാണോ? നല്ല ഒരു അത് കൊള്ളാമല്ലോ. അപ്പച്ചന്മാർ കുവൈത്തിൽ വന്നിട്ട് ഈ സ്റ്റേജിൽ കിടന്ന് അടിയിടുന്നോ? നിങ്ങളുടെ അമ്മായിമ്മമാര് നിങ്ങളെ കുറിച്ച് ഇതൊക്കെ തന്നെ ആയാലും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ഓക്കെ, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ദൈവദാസനെയും കുടുംബത്തെ പറ്റി പരിചയപ്പെട്ട് കാണുമല്ലോ. അവരെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദൈവത്തിന്റെ സ്തോത്രം. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ സെക്രട്ടറി അച്ഛനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കണക്ക് കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ ഖജാൻജി സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓക്കെ, ഇത്രയും നല്ല കാര്യങ്ങൾ ഇവരെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സഹോദരി സമാജത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഓക്കെ, അടുത്തതായി അപ്പച്ചന്മാരോടാണ് ക്വസ്റ്റ്യൻ. സഭയിലെ യുവജനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, എന്നാലിപ്പോ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാ. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സഭയോട് പൊതുവായി എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ വർഷങ്ങളെല്ലാം മരണത്തിൻ കരിനിഴലേശാതെ അവരുടെ ചിറകടിയിൽ ഒതുങ്ങി സൂക്ഷിച്ചതാം. അവസാനമായി നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ പ്രബോധിപ്പിക്കാനുള്ളത്? കർത്താവുരംഗം അല്ല, ഇനി എന്താ നിങ്ങളുടെ പരിപാടി? നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണോ? അനുഗ്രഹത്തോടെ ഇപ്പോൾ